സുഹൃത്തുക്കളെ, ഐറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ. ഇന്ന് ഞാൻ പുക്കാട്ടുപടിയിലുള്ളത്. പുക്കാട്ടുപടി എവിടെയെന്നറിയോ? പുക്കാട്ടുപടി കുഞ്ചാട്ടുകര സ്കൂളിനോട് തൊട്ടടുത്തായിട്ട് മനോഹരമായിട്ടുള്ളൊരു വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഈ കാണുന്ന എലിവേഷനിൽ ഒരുക്കിയിരിക്കുന്ന നല്ലൊരു ബോക്സി ടൈപ്പ് വീട്, ഇതിന്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് വിൽക്കാനുള്ള പ്രോപ്പർട്ടിയാണ്. നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്. പുക്കാട്ടുപടി കുഞ്ചാട്ടുകര സ്കൂളിൽ നിന്ന് ഏകദേശം 300 മീറ്റർ മാത്രം ഡിസ്റ്റൻസിലായിട്ട് നല്ല കോമ്പൗണ്ട് വാളൊക്കെ ചെയ്ത് നല്ല വെറൈറ്റി രീതിയിൽ ഗ്ലാഡിംഗ് സ്റ്റോണും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുകളും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടി 5 സെന്റിലാണ് വരുന്നത്. 5 സെന്റിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമായിട്ട്, അതും അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂം, അങ്ങനെ നല്ല രീതിയിൽ ഒരുക്കിയിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ 5 സെന്റിൽ ഒരുക്കിയിരിക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടിയിൽ തന്നെ നല്ല ഒരു സ്ലൈഡിംഗ് ഗേറ്റിന് കൊടുത്തിട്ടുണ്ട്. 2 വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതും എങ്ങനെ, വലിയ XUV വാഹനം തന്നെ, ഇനോവ തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ ഒരു പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ താഴെ ലാൻഡ്സ്കേപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ കോബിൾ സ്റ്റോൺ വിരിച്ചിട്ടുണ്ട്. ഈ എലിവേഷനിലേക്ക് വരികയാണെങ്കിൽ ഗ്ലാഡിംഗ് സ്റ്റോൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വെറൈറ്റി രീതിയിൽ എന്ന പോലെ തന്നെ നമുക്കിതിൽ ടെറാക്കോട്ട ഡിസൈനിങ്ങിൽ വരുന്ന സ്റ്റോണിന്റെ വർക്കുകൾ അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയായിട്ടാണ് വാട്ടർ ഫൗണ്ടൈൻ ചെയ്തിരിക്കുന്നത്. അതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് കിണർ കേട്ടോ. ഇവിടെ ആയിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. അത് ഇഷ്ടംപോലെ വെള്ളമുണ്ട്, വെള്ളത്തിനൊന്നും യാതൊരു ക്ഷാമവുമില്ല. അതുപോലെ തന്നെ ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു കോബിൾ സ്റ്റോൺ ഈ ചുറ്റിനും ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ നമുക്ക് വേറെ ടൈലുകളാണ് വിരിച്ചിരിക്കുന്നത്, അതൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പൊ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു വലിയൊരു ഫിക്സ്ഡ് ഗ്ലാസ്, അത് ഈ എലിവേഷനെ തന്നെ വ്യത്യസ്തമാകുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഭാഗത്തും എന്തെങ്കിലും പ്ലാന്റ്സുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ നടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച്. ഇത് കിണർ സൗകര്യമുണ്ട്. അതുപോലെ തന്നെ മുനിസിപ്പൽ വാട്ടറും സൗകര്യങ്ങളും എല്ലാം നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ചുറ്റിനും കോമ്പൗണ്ട് വാളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്ക് വശത്തേക്ക് വരികയാണെങ്കിൽ തന്നെ അത്യാവശ്യം സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് മേളിൽ നമുക്ക് സ്പോട്ട് ചെറിയ വാം ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് അതും ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം. കയറി വരുമ്പോൾ തന്നെ ഒരു പാസേജ് പോലെ തന്നെ രീതിയിൽ, ആ ഒരു രീതിയിൽ തന്നെ ഇതിന്റെ സിറ്റ് ഔട്ട് ഒരു പാസേജ് പോലെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ സീലിംഗ് വർക്കിലേക്ക് വരാണെങ്കിൽ പ്രൊഫൈൽ ലൈറ്റുകൾ, ചെറിയ വാം ലൈറ്റുകൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോർ എന്ന് പറയുമ്പോൾ ഇത് മഹാഗണിയാണ്. 2 ഭാഗത്തേക്കും തുറക്കാവുന്ന രീതിയിൽ വലിയൊരു ഹാൻഡിലൊക്കെ കൊടുത്ത് ഗ്രോസും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിമനോഹരമായി തന്നെ ഒരു അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ വന്നേ ലിവിങ് സ്പേസ്, കോർണർ സെറ്റ് ഒക്കെ ഇടാവുന്ന രീതിയിൽ അതും ചെയ്തിട്ടുണ്ട്. TV യൂണിറ്റ്, അതും ചെറിയ ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റിൽ അതും ഹാങ്ങിങ് ലൈറ്റുകളും ഒരുപാട് ലൈറ്റ് ഭംഗിയിൽ തന്നെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ട് അത്യാവശ്യം നല്ല കോർണർ സെറ്റ് ഒക്കെ ഇടാവുന്ന രീതിയിലാണ് ഇതിന്റെ ലിവിങ് സ്പേസ് ഒരുക്കിയിട്ടുള്ളത്. അത് ഡബിൾ ഹൈറ്റിലാണ്, ടെക്സ്ചർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ വന്നേ, വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ നമുക്ക് വാഷ് ബേസിൻ കൗണ്ടർ, അത് സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു ഡോറ് ഇവിടെ നിന്ന് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ വാൾ പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. 3 ഫേസ് കണക്ഷൻ ആണ് കേട്ടോ. 3 ഫേസ് കണക്ഷൻ ആണ്. ഇത് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ ഇനി കിച്ചണിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്താണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. അത് ഇവിടെയൊക്കെ ക്രോക്കറി ഷെൽഫുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഒരുപാട് വീടുകൾക്കായിട്ട് ഇത് ചെയ്തു വരുന്നുണ്ട് കേട്ടോ, ഈ ഒരു സെറ്റപ്പ്. അപ്പൊ ഈ സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്ത് ഇൻവെർട്ടർ വെക്കാനുള്ള സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്ലാന്റ്സോ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസ് ആണ്. അതുപോലെ സീലിംഗ് വർക്കിലേക്ക് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പൊ താഴെ 2 ബെഡ്റൂം ഉണ്ട്. ഒരു ബെഡ്റൂം എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ്റൂമിന്റെ സ്ഥാനം വരുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ട് വരും. അപ്പൊ നമുക്ക് ആദ്യം കിച്ചണിലേക്ക് തന്നെ അടക്കാം. കിച്ചൺ എന്ന് പറയുമ്പോഴല്ലേ എൽ ഷേപ്പ് കിച്ചൺ സ്ലാബില് നാനോവൈറ്റ് ഗ്രാനൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പർ ക്യാബിനറ്റ്സും ഗ്രാനൈറ്റുകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഹോബിന്റെ സ്ഥാനം വരുന്നത് ഈ ഒരു ഭാഗത്താണ്.
അത് നല്ല രീതിയിൽ തന്നെ നല്ല അത്യാവശ്യം സ്പേസ് കൊടുത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു ഭാഗം നമുക്ക് ഇവിടെ ആയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ വർക്ക് ഏരിയ സ്പേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ടൈല് ബാക്കിൽ അത്യാവശ്യം സ്പേസ് കണ്ട, ഈ ഒരു ഭാഗം ഇത്ര സ്പേസ് നമുക്ക് അവൈലബിൾ ആണ് ബാക്കിലായിട്ട്. അപ്പൊ വർക്ക് ഏരിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അത് ചെയ്യാം, സൗകര്യമുണ്ട്. അപ്പൊ ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗം മൊത്തത്തിൽ വാർഡ്രോബിന്റെ സ്ഥാനമാണ്. അതുപോലെ തന്നെ ഇവിടെയായിട്ടാണ് വിൻഡോ, 3 പാളികളുള്ള ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അത് സീലിംഗ് വർക്ക് ആണെങ്കിലും പാനലിംഗ് വർക്കാണ് മേളിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ 3 പാളിയുള്ള വിൻഡോ ഇവിടെയും വരുന്നുണ്ട്. അത്യാവശ്യം ഏകദേശം ഒരു 10-11 സൈസോളം വരുന്ന ബെഡ്റൂം കൂടിയാണ്. അതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ബാത്റൂമിന്റെ സ്ഥാനം. അതുപോലെ വെറ്റ് ആൻഡ് ഡ്രൈ എന്ന കൺസെപ്റ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. കണ്ട, അതുപോലെ ബാത്റൂം സാനിറ്ററി ഐറ്റംസ് തന്നെ നമുക്ക് സെറയുടെ ആണ് വരുന്നത്. ആൻഡ് കൺസീൽഡോട് കൂടിയിട്ട് തന്നെ മാറ്റ് ഫിനിഷ് ടൈലുകൾ, അതുപോലെ വാൾ ടൈലുകളൊക്കെ കൊടുത്ത് മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഇവിടെയായിട്ട് ഒരു വാഷ് ബേസിൻ ഒരു വാഷ് ബേസിൻ ഏരിയ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത് തന്നെയാണ് അതും ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്കറിയാനുള്ളത് രണ്ടാമത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഈ ഒരു ഭാഗം മൊത്തത്തിൽ വാൾഡ്രോബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ആണ്. കണ്ട, വലിയ ബെഡ്റൂമാണ് കേട്ടോ. സീലിംഗ് വർക്ക് ആണെങ്കിലും പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മഹാഗണി, ആഞ്ഞിലി മുതലായ തടികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫ്ലോറിലെ ടൈലുകളിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം ഒരു 6-4 സൈസോളം വരുന്ന ടൈലുകളാണ്. അപ്പൊ മേളിലേക്ക് എടുക്കാവാ. ഇത് സ്റ്റെപ്പുകളിലായിട്ട് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. വുഡൻ ടെക്സ്ചറോട് കൂടിയിട്ടുള്ള ടൈലുകൾ ഇവിടെ വിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ക്വയർ ട്യൂബിൽ ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അതും മരത്തിന്റെ തന്നെയാണ്. ഇവിടെ ആയിട്ട് കണ്ട, ഇവിടെ വലിയൊരു ഒരു ഗ്ലാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നാച്ചുറൽ വെളിച്ചമൊക്കെ കിട്ടാവുന്ന രീതിയിലാണ് അതും ചെയ്തിരിക്കുന്നത്. വളരെയധികം വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് സ്പേസ് കേട്ടോ. വേണ്ട, ഒരുപാട് സ്പേസ് നമുക്ക് അപ്പർ ലിവിങ് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ TV യൂണിറ്റ് ഒരു ഭാഗത്ത് വരുന്നുണ്ട്. 2 ബെഡ്റൂമാണ് മേളില് 2 ബെഡ്റൂം, യൂട്ടിലിറ്റി ഏരിയ. അതെ, ഈ ഒരു ഭാഗത്താണ് യൂട്ടിലിറ്റിയുടെ സ്ഥാനം വരുന്നത് കേട്ടോ. ഇതൊരു ബെഡ്റൂമിന്റെ അത്ര സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ടെറസിലേക്ക് കയറാനുള്ള സ്പേസ് കണ്ട. സ്റ്റെയർ കേസ് ഇവിടെ നിന്നും കൊടുത്തിട്ടുണ്ട്. നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ലൊക്കേഷനാണ് കേട്ടോ. ഒത്തിരി വില്ലകൾ വരുന്ന ഒരു വില്ല പ്രൊജക്റ്റാണ് കണ്ട. നോക്കി കണ്ട, ഒത്തിരി വില്ലകൾ വരുന്ന ഒരു വില്ല പ്രൊജക്റ്റാണ്. ഇനി ബെഡ്റൂമിലേക്ക്. ഇത് ആദ്യത്തെ ബെഡ്റൂം കേട്ടോ. ഇതൊരു ബെഡ്റൂം. ജസ്റ്റ് ഒന്ന് കാണിച്ചതിന് ശേഷം ഇവിടെ നിന്നുണ്ടല്ലോ, ഇതിന്റെ ഈ ഒരു ബെഡ്റൂമിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബാൽക്കണി ഇത് തുറന്ന് ഓപ്പൺ ചെയ്ത് ഈ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ ബാൽക്കണി ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അത് ടഫ്ലൻഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. SS-ന്റെ സ്റ്റൈൻലെസ് സ്റ്റീൽ ഉപയോഗിച്ച് ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്ര ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇതൊരു ബെഡ്റൂം കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ച്. അപ്പൊ 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. വാൾഡ്രോബ് കാര്യങ്ങളെല്ലാം സൗകര്യങ്ങളുണ്ട്. ഇനി നമുക്കറിയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിന്റെ ബാൽക്കണിയാണ്. അതിനുശേഷം ഇതിന്റെ പ്രൈസിലേക്ക് എടുക്കാം. 5 സെന്റ് സ്ഥലമാണ്. 5 സെന്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, ഹോള്, കിച്ചൺ, വർക്ക് ഏരിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 12 കിലോമീറ്റർ അടുത്തുണ്ടാവും. ലുലു മാളിലേക്കാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 10-15 കിലോമീറ്ററോളം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ആലുവ ഭാഗത്തേക്കാണ് ഏറ്റവും ആക്സസ് ഉള്ളത്, ഏറ്റവും അടുത്തായിട്ടുള്ളത്. വലിയൊരു ജംഗ്ഷനാണ്. കുഞ്ചാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 300 മീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് ഒരുപാട് സൗകര്യമുണ്ട്. ഒത്തിരി പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഈ ഒരു ബാൽക്കണിയിലുണ്ട്.
അപ്പൊ ഇതിന്റെ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ 5 സെന്റിന് 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം വരുന്ന ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില 1,10,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. ഇത് വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ. അപ്പൊ ഇതുപോലെയുള്ള നല്ല നല്ല ഡീലുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പൊ വീണ്ടും കാണാം.